പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ചർച്ച നടത്തി. ടെലിഫോണിലൂടെയാണ് ഇരു നേതാക്കളും ചർച്ച നടത്തിയത്. 22ാമത് ഇന്ത്യ റഷ്യ ഉഭയകക്ഷി ഉച്ചകോടിയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞ മാസം നടത്തിയ റഷ്യൻ സന്ദർശനം പ്രധാനമന്ത്രി മോദി ഇന്നത്തെ ചർച്ചയിൽ അനുസ്മരിച്ചു. വിവിധ ഉഭയകക്ഷി വിഷയങ്ങളിലെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സവിശേഷവും പ്രത്യേകവുമായ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പരസ്പര താൽപര്യമുള്ള വിവിധ പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും മോദിയും പുടിനും കാഴ്ചപ്പാടുകൾ കൈമാറി. റഷ്യ യുക്രൈൻ സംഘർഷത്തെക്കുറിച്ച് ഇരു നേതാക്കളും അഭിപ്രായങ്ങൾ പങ്കുവച്ചു. അടുത്തിടെ നടത്തിയ യുക്രൈൻ സന്ദർശനത്തിന്റെ ഉൾക്കാഴ്ചകൾ പ്രധാനമന്ത്രി മോദി റഷ്യൻ പ്രസിഡന്റുമായി പങ്കുവച്ചു. സംഘർഷത്തിന് ശാശ്വതവും സമാധാനപൂർണവുമായ പരിഹാരം കാണുന്നതിന് നയതന്ത്ര ചർച്ചകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് മോദി ആവർത്തിച്ചു. ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും തമ്മിലുള്ള ആത്മാർത്ഥവും പ്രായോഗികവുമായ ഇടപെടലിനും അദ്ദേഹം ഊന്നൽ നൽകി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അടുത്ത ബന്ധം തുടരുമെന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും മോദിയും പുടിനും തമ്മിൽ ധാരണയായി. അതേസമയം റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കാനുള്ള നീക്കങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സഹകരണം മോദിയുടെ സന്ദർശന വേളയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി തേടിയിരുന്നു. ഇരു രാജ്യങ്ങളും സമാധാനത്തിനുള്ള ക്രിയാത്മക വഴികൾ തേടണമെന്ന് അന്ന് നരേന്ദ്രമോദി നിർദ്ദേശിച്ചിരുന്നു. യുക്രൈന് മെഡിക്കൽ ക്യൂബ് അടക്കമുള്ള സഹായം സന്ദർശന വേളയിൽ ഇന്ത്യ കൈമാറിയിരുന്നു. സംഘർഷ മേഖലയിലെത്തി സെലൻസ്കിയെ ആലിംഗനം ചെയ്ത മോദി ഇന്ത്യ യുക്രൈന് എതിരല്ല എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് അവിടെ നിന്നും മടങ്ങിയത്. ഒരു മാസം മുമ്പ് റഷ്യയിലെത്തി വ്ളാദിമിർ പുടിനെ ആലിംഗനം ചെയ്തത് ഉയർത്തിയ കടുത്ത അതൃപ്തി കൂടിയാണ് അന്നത്തെ സന്ദർശനത്തോടെ മോദി പരിഹരിച്ചത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.